എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1395 ദിവസം. നമ്മളെ ഇനി 1400 ദിവസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. വളരെ വെരി നിയർ ടു ഇറ്റ്. എന്തായാലും ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് PK നമ്പൂതിരി സാറിന്റെ ക്ലാസ് ആണ്. സാർ എപ്പോഴേ റെഡിയാണ്. സാർ കുറച്ചു നേരമായി റെഡിയായിരിക്കുകയാണ്. ഇന്ന് സാറിന്റെ ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന വേളയാണ്. സാറിന്റെ ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന വേളയിൽ ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം ഇന്നത്തെ മലയാളം സെഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. സാറ് നമുക്ക് ഇതിനകം തന്നെ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. മലയാള ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ സ്പൂൺ ഫീഡിങ് പോലെ ക്ലാസ് എടുക്കുന്ന സാറാണ് നമ്പൂതിരി സാറ്. സാറിന്റെ വളരെ നല്ല ഒരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് സാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറേ, ക്ലാസ് തുടങ്ങാം. ഹലോ, കേൾക്കാമോ നിങ്ങൾക്ക്? കേൾക്കാം സാറ്. ഞാൻ ഇതിന് മുമ്പ് എടുത്ത ക്ലാസ്സുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇന്ന് ഞാൻ ക്ലാസ്സിലോട്ട് വരുന്ന ഒരു തിയറി ക്ലാസ്സുമായിട്ട്. തിയറി എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എനിക്ക് ഇതിനകത്ത് വളരെ കുറച്ചുള്ളതാണ്. അത് വളരെ വിരലിൽ എണ്ണാവുന്ന പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇതിനിടയ്ക്ക് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു അക്കാഡമിക്കൽ ഇൻട്രസ്റ്റിന് വേണ്ടി എടുക്കുന്ന ഒരു ക്ലാസ് ആയിട്ട് കണക്ക് കൂട്ടും നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാം. ഇന്നത്തെ വിഷയം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തിയറിറ്റിക്കലാണ്. എക്സ്പീരിയൻസ് ഇതിനകത്ത് എനിക്ക് വളരെ കുറച്ചേ ഉള്ളൂ. അതായത് കാരണം, ഇതിലേക്ക് ഞാൻ വരാനുള്ള കാരണം, ഞാൻ ഈ IFPHനകത്ത് ക്ലാസ് എടുത്ത് 2 or 3 ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ശ്രീനാരായണപുരം എന്ന സ്ഥലത്ത് നിന്ന് സുഹൃത്ത് സാറൻ, പിന്നീട് അദ്ദേഹം പലപ്പോഴും എന്നെ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പലപ്പോഴും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഇരുന്ന ഒരു സമയത്ത് പുള്ളി എന്നോട് ചോദിച്ചു, ബാറ്റ് ഫ്ലവർ മെഡിസിൻ സാറിന്റെ അഭിപ്രായം. സത്യമായി പറയുകയാണെങ്കിൽ ബാറ്റ് ഫ്ലവർ മെഡിസിൻ എന്നുള്ള ഒരു ചികിത്സാ ശാസ്ത്രത്തെ കുറിച്ച് ഞാൻ അത്ര തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതല്ല. ഞാൻ കേട്ടിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ഞാനത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹം ചോദിച്ച അത്ര വലിയ സീരിയസ് ആയിട്ട് മറുപടി പറയുകയുണ്ടായില്ല. പിന്നീടും പല പ്രാവശ്യം എന്നെ അദ്ദേഹം വിളിക്കുമ്പോൾ ഇതിനെപ്പറ്റി പറയും. അവസാനം ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം എഴുതിയ റെപ്പർട്ടറി ഓഫ് ദി ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞൊരു മരുന്ന് പിന്നെ എനിക്ക് അയച്ചു തന്നു. അതിനുശേഷം എന്നോട് പറഞ്ഞു, കൃഷ്ണമൂർത്തിയുടെ ബാറ്റ് ഓഫ് ഫ്ലവർ റെമഡീസ് ബിഗിനേഴ്സ് ഗൈഡ് എന്ന് വായിക്കണം ഡോക്ടറെ, അത് വളരെ ഗുണം നിങ്ങൾക്ക് ചെയ്യും എന്നൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് രക്ഷിക്കുന്നുണ്ടാവും. ആയാലും നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ഒന്ന് വായിക്കാൻ ശ്രമിച്ചു. അപ്പൊ ഈ ബാറ്റ് ഫ്ലവർ മെഡിസിനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1930-36 കാലഘട്ടം ഡോക്ടർ എഡ്വേർഡ് വാച്ച് 38 ഔഷധങ്ങൾ കൊണ്ട് പിന്നെ ഒരു ശാസ്ത്രശാഖ രൂപപ്പെടുത്തിയതാണ്. ഞാൻ അതിനെപ്പറ്റി ആ സൂക്ഷ്മതലം, അതായത് ഞാൻ ആരാണെന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു സൂക്ഷ്മബോധ തലമാണ്. ആ സൂക്ഷ്മബോധ തലത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് മൈൻഡ്. അപ്പോ നമ്മുടെ മൈൻഡിലാണ് എല്ലാ രോഗങ്ങളുടെയും ഉത്ഭവസ്ഥാനം എന്നുള്ള ഹോമിയോപ്പതി തിയറിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ ചികിത്സാ ശാസ്ത്രത്തിൽ ഒരു സപ്ലിമെന്ററി മെഡിസിൻ എന്ന നിലയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതി ഈ ബാറ്റ് ഫ്ലവർ മെഡിസിൻസ് ഉപയോഗിച്ച് വരുന്നത്. സപ്ലിമെന്ററി മെഡിസിൻ എന്ന് പറയുമ്പോൾ കോംപ്ലിമെന്ററി അല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഡീപാക്കിംഗ് റെമഡി ആയിട്ടൊന്നും കാര്യമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇനി പഠനം വിധേയമാക്കേണ്ടതുണ്ട്. പഠിച്ചു. പക്ഷെ പല കേസുകളിൽ നമ്മൾ സപ്ലിമെന്ററി ആയിട്ട്, അതായത് ഹോമിയോപ്പതി ഔഷധങ്ങളോട് എലോൺ വിത്ത് ഹോമിയോപ്പതി ഈ ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ
നല്ല പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാം. ഈ ഔഷധത്തിന്റെ സാധ്യതകളെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ പഠിക്കുക, ആവശ്യം ഉണ്ടെങ്കിൽ അത് കൂടുതൽ പഠിക്കുക, എടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ അതിനെപ്പറ്റി ഒരു നക്ഷൽ എടുക്കാനായിട്ടാണ് ഞാനിപ്പോ ഈ ക്ലാസ് ഉപയോഗിക്കുക. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന അനവധി വ്യക്തിത്വങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കി അവയ്ക്ക് ഔഷധങ്ങൾ കൊടുത്ത് പരിഹാരം കാണുകയാണ് ബാറ്റ് ഫ്ലവർ മെഡിസിൻ. അതുകൊണ്ട് തന്നെ ഓരോ ഔഷധത്തിലും പലതരത്തിലുള്ള മാനസിക ഘടകങ്ങളെ അപഗ്രഥി അത്തരം പേഴ്സണാലിറ്റികളിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ സിംറ്റംസിനെ ഇല്ലായ്മ ചെയ്യുകയാണ് ബാറ്റ് ഫ്ലവർ മെഡിസിൻ കൊണ്ട് ചെയ്യുന്നത്. ഇത് ഒരെണ്ണമോ ഒന്നിലധികം എണ്ണം കൂട്ടിച്ചേർത്തോ ഉപയോഗിക്കുന്നതിന് അനുവദനീയമാണ്. സാധാരണ രീതിയിൽ മറ്റ് നമ്മൾ കൊടുക്കുന്ന ഔഷധങ്ങളോട് കൂടി, അതായത് ഹോമിയോപ്പതി ഔഷധങ്ങളോട് ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുക്കുന്നതാണ്, രാവിലെയും വൈകുന്നേരവും ഒക്കെ കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു രീതി. ഇപ്പൊ നമുക്ക് ഈ ഔഷധങ്ങൾ പാർട്ടി പൊട്ടൻസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മെഡിക്കേറ്റ് ചെയ്ത് ഈ ഔഷധങ്ങൾ ഹോമിയോപ്പതി ഔഷധങ്ങൾ പോലെ തന്നെ കൊടുക്കാനും സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ള ആ സമൂഹത്തിൽ നാം ഒന്ന് നിരീക്ഷിച്ചാൽ നമ്മുടെയൊക്കെ അവിടെയെല്ലാം ബാറ്റ് ഫ്ലവർ പേഴ്സണാലിറ്റീസിനെ നമുക്ക് ധാരാളമായി കാണാൻ. കാരണം നമ്മൾ ദൈനംദിനം നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ വാർത്തകളിലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റീസിൽ ഒത്തിരി പേഴ്സണാലിറ്റീസിന് ബാറ്റ് ഫ്ലവർ മെഡിസിനിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന ഇത്തരം പേഴ്സണാലിറ്റികളെ കണ്ടെത്തുകയും അവർക്ക് സപ്ലിമെന്ററി ഔഷധമായിട്ട് ബാറ്റ് ഫ്ലവർ ഔഷധങ്ങൾ കൂടി പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ ഇന്നത്തെ നിലയിൽ നിന്ന് നമുക്ക് ഒരു ശകലം കൂടി അല്പം കൂടി ബെറ്ററായിട്ട് ചികിത്സാ ശാസ്ത്രം കൈകാര്യം ചെയ്ത് പോകാം എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ ഗുണം. നമ്മളെ സംബന്ധിച്ചുള്ള ഹോമിയോപ്പതി ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണാലിറ്റീസ് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ തുടങ്ങിയ കാലം മുതൽ മൈൻഡിനെ സിംറ്റംസിനെയും പേഴ്സണാലിറ്റികളെയും തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇപ്പോഴും നമ്മൾ അത് അനുസ്യൂതം മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഈ പേഴ്സണാലിറ്റികളെ തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് കാണുന്നില്ല. ഇവിടെ ഒരു കാര്യം കൂടി ഉള്ളത്, ശ്രദ്ധിക്കാനുള്ളത്, പല പേഴ്സണാലിറ്റികള് ഒരു രോഗിയിൽ പല പേഴ്സണാലിറ്റികൾ വരുമ്പോൾ, നമ്മുടെ അടുക്ക വരുന്ന രോഗികളിൽ പല പേഴ്സണാലിറ്റികൾ വരുമ്പോൾ ഹോമിയോപ്പതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബാറ്റ് ഫ്ലവർ മെഡിസിനിൽ പറയുന്നത് ഒന്നിലധികം ഔഷധങ്ങൾ കൂട്ടിച്ചേർത്ത് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സംശയം വരുന്ന ഒരു കണ്ടീഷനിൽ ഒരൗഷധം മാത്രം കൊടുക്കണം എന്ന് പറയുന്നില്ല, ഒന്നിലധികം ഔഷധങ്ങൾ നമുക്ക് കൂട്ടിച്ചേർത്ത് കൊടുക്കാം എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ 38 ഔഷധങ്ങളിൽ ഏറ്റവും പ്രധാനം ഉള്ള ഔഷധങ്ങളെ നമ്മളൊന്ന് തിരിക്കുക. ഒന്ന് അഗരിമണി. അഗരിമണി എന്ന് പറയുന്ന ഔഷധമാണ് ആദ്യത്തെ ഒരു ഔഷധം. ഇതിന് ശരിക്ക് മദ്യത്തോട് ആസക്തിയുള്ള രോഗികള്, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നവര്, മരണത്തെ പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവര്, ഏകാന്തത രോഗം വർദ്ധിപ്പിക്കുന്നവര്, അബ്രൂട്ട് അതായത് തൂക്കായിട്ട് ഉത്തരം പറയുന്ന ആളുകള്, ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്ന ആളുകള്, ആശ്വസിപ്പിക്കുന്നത് അവരുടെ രോഗങ്ങൾ വർദ്ധിപ്പിക്കുക, എല്ലാവരും തന്നെ ഉപദ്രവിക്കുന്നുള്ള എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ, എല്ലാവരും നമ്മളെ ഉപദ്രവിക്കുകയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ, മാനസിക സംഘർഷങ്ങൾ പുറത്തു കാണിക്കാതെ എപ്പോഴും സന്തോഷവാന്മാരായിട്ടിരിക്കുന്ന ആൾക്കാർ, ആരോടും പരാതികൾ പറയാതെ വ്യക്തിത്വ ബോധം ഇല്ലാതിരിക്കുന്ന ആൾക്കാർ, ജോലികൾ ചെയ്യുന്നത് രോഗങ്ങൾ കുറയ്ക്കുന്നതിനാൽ എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, പുറമെ പൊള്ളയായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത്, പ്രശ്നങ്ങളിൽ നിന്ന് എപ്പോഴും ഒളിച്ചോടുവാൻ ശ്രമിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകളെയാണ് അഗ്രിമണി പേഴ്സണാലിറ്റീസിൽ നമ്മൾ പ്രധാനമായിട്ട്. പ്രശ്നങ്ങളിൽ നിന്ന് എപ്പോഴും ഇവർ ഒളിച്ചോടുന്നവരാണ്. സഹിക്കാൻ പറ്റാത്ത വേദനകൾക്ക് മറ്റൊരു ഔഷധത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ ആ കേസുകളിൽ അഗ്രിമണി നമുക്ക് പ്രയോജനപ്രദമാണ്. എമോഷൻസിൽ വികാരങ്ങൾ തുടങ്ങിയതിനാൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് അഗ്രിമണിയുടെ പരിധിയിൽ വരുന്നത്. ഇവര് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ്, എപ്പോഴും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്, ധാരാളം മനോവിഷമങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അവയിൽ നിന്നുണ്ടാകുന്ന മനോവിഷമങ്ങൾ ഉള്ളിലുള്ള അടക്കിയതിനു ശേഷം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക്
അഗ്രിമണി നമുക്ക് സപ്പോർട്ടീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ്. കുട്ടികളിൽ പല്ലുവരവ് സംബന്ധിക്കുന്ന, കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പനി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും നമ്മൾ അഗ്രിമണിയുടെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. പിന്നെ അലർജി, ആസ്മ വരുന്ന ഒത്തിരി കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ അലർജിക്ക് ആസ്മയിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ഔഷധമാണ് ഈ അഗ്രിമണി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഞാൻ പറഞ്ഞു വന്നത്, ഈ മാനസിക ഘടനകളെ അപഗ്രഹിച്ചുകൊണ്ട് അഗ്രിമണി എന്ന് പറയുന്ന മരുന്ന് നല്ല റിസൾട്ട് ചെയ്യുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ കുട്ടികളുടെ പല്ലുവരവ് സംബന്ധിച്ച് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന പനികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ വേദനകള്, വിട്ടുമാറാത്ത വേദനകൾ, ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ വരുമ്പോൾ അഗ്രിമണിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അവരുടെ മാനസിക ഘടകങ്ങളെ കുറിച്ച് കൂടി ചിന്തിക്കണം എന്ന് പറയുന്നത് അഗ്രിമണിയുടെ ഏറ്റവും പ്രധാനം. രണ്ടാമത് നമ്മൾ പ്രധാനമായിട്ട് എടുത്തുന്ന ആസ്പിൻ എന്ന് പറയുന്ന മരുന്നിലാണ്. ആസ്പിൻ എന്ന് പറയുന്നത് മിഥ്യാധാരണ എന്നുള്ളതാണ്. അതിന്റെ ആസ്പിന്റെ ഏറ്റവും പ്രധാന ഘടകം ഭയം മൂലം ഉണ്ടാകുന്ന അപകർഷതയാണ്. ഉറക്കത്തില് എപ്പോഴും ഭയമാണ് ആളുകൾ, ഭയം മൂലം ഉണ്ടാകുന്ന അപകർഷത, ഉറക്കത്തിൽ കൊടിയ ഭീതി പരത്തുന്ന സ്വപ്നങ്ങൾ കാണുക, ഭയമാണ് ആസ്പിൻ രോഗികളുടെ മുഖമുദ്ര. കാരണങ്ങളില്ലാതെ ഭയം, ആഹാരം കഴിക്കാൻ ഭയം, പരീക്ഷയ്ക്ക് പോകാൻ ഭയം, അതുകൊണ്ട് തന്നെ പരീക്ഷയിൽ നിന്ന് ഭയന്ന് പിന്മാറുന്ന ആൾക്കാർ, ക്ലോസ്ഡ് റൂംസിൽ ഭയം, ഭയമായ ചിന്തകൾ മനസ്സിൽ അടങ്ങി നിൽക്കുക, അപകടങ്ങൾക്ക് പോകാൻ ഭയം, അടിസ്ഥാനമില്ലാത്ത ചിന്തകൾ കൊണ്ട് അധൈര്യം, പ്രാർത്ഥിക്കുക, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരോട് പറയുക, ഒട്ടും സുഖകരമല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇല്ലാത്ത ആപത്തുകൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന ആപത്തുകളെ കുറിച്ച്, അതൊന്നും വരുന്നതല്ലെങ്കിൽ പോലും ആപത്തുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇരുട്ടിനെ ഭയം, രാത്രിയെ ഭയം, ഉറക്കമില്ലായ്മ, ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവം, ഇവയെല്ലാമാണ് ആസ്പിൻ. ആസ്പിന്റെ മുഖമുദ്ര എന്ന് പറയുന്ന, ആസ്പിൻ എന്ന് പറയുന്ന രോഗിയുടെ മുഖമുദ്ര ഭയമാണ്. ഈ ഉറക്കത്തിലുള്ള നടത്തം ഞാൻ മുമ്പേ പറഞ്ഞു, സോമനാംബുലിസം എന്ന് പറയുന്നതിന് ആസ്പിൻ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ആസ്പിൻ പ്ലസ് റോക്രോസ് എന്ന് പറയുന്ന ഔഷധമാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല റിസൾട്ട് അവിടെ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത് ആസ്പിൻ, ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞത്, ഒരു രോഗി ഭയവും ഉത്കണ്ഠയും ഉണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് പേടി. ഞാൻ ആദ്യം ഈ ബ്ലാക്ക് ഫ്ലവർ മെഡിസിനിലേക്ക് ആദ്യം പോയപ്പോൾ, ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഒരു കേസിലാണ് ഞാൻ ആദ്യം ചികിത്സയിലേക്ക് ആരംഭിച്ചത്. ആസ്പിൻ, ലാർച്ച്, നിമുലസ് എന്ന് പറയുന്ന ഔഷധങ്ങൾ കൂട്ടി മിക്സ് ചെയ്തായിട്ട് ഞാൻ, ഒരു കൊച്ചു പരീക്ഷയ്ക്ക് എന്തായാലും പോകത്തില്ല, നന്നായിട്ട് പഠിക്കുമായിരുന്നു, പക്ഷെ പരീക്ഷയ്ക്ക് പോകാൻ ഭയങ്കര ഭയമാണ് എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിന്റെ അമ്മ എന്താ എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് തീർച്ചയായും അത് നല്ല റിസൾട്ട് കിട്ടി. ആ കുട്ടി നന്നായിട്ട് പഠിക്കുകയും ചെയ്തു, നന്നായിട്ട് പാസ്സാവുകയും ചെയ്തു. അതോടുകൂടിയാണ് ഞാൻ കൂടുതലായിട്ട് ഈ ആസ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ. അപ്പൊ ഈ ഭയം, അതുപോലെയുള്ള കുട്ടികൾക്ക് ഭയം, പരീക്ഷയ്ക്ക് പേടി, സ്റ്റേജ് ഫ്രൈറ്റ്, ഇങ്ങനെയുള്ള എല്ലാവിധ ഭയങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു ഔഷധമാണ്. അത് ഞാനിപ്പോ പറയുന്ന കോമ്പിനേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. ആസ്പിൻ, ലാർച്ച്, നിമുലസ് നല്ല റിസൾട്ടാണ്. നമ്മുടെ ഔഷധങ്ങളോട് ഇടപെട്ട് നമുക്ക് ഇത് കൊടുക്കാം, നല്ലോണം കിട്ടും. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് പറഞ്ഞ പോലെ ഈ ഭയങ്കര പേടിയിൽ വന്ന ഒരു കേസ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആസ്പിൻ കൊടുത്ത് ഒരു കണ്ടീഷൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഹെമറോയിഡ്സ് ആണ്. ഭയങ്കര ഭയമായി, ഹെമറോയിഡ്സ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭയം. എന്നോട് എന്താ വേണ്ടത് സാറേ, എങ്ങനെയാ വേണ്ടത് സാറേ എന്ന് ചോദിച്ചിട്ടൊക്കെ വരും. അങ്ങനെയുള്ള കേസുകൾ ആസിഡ് നൈട്രിക് ആയിരുന്നു ഔഷധമെങ്കിലും അതിനോട് ഒന്നിച്ച് ആസ്പിൻ കൊടുത്തപ്പോൾ വളരെ പെട്ടെന്ന് അവർക്ക് റിസൾട്ട് കിട്ടി എന്നുള്ളതാണ് ആസ്പിൻ. അപ്പൊ ഈ ആസ്പിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആസ്പിന്റെ ഭയത്തെയാണ് നമ്മൾ മുഖമുദ്രയ്ക്ക് എടുക്കേണ്ടത്, ഭയങ്കരമായ ഭയം. പിന്നെയുള്ളത്, നമ്മൾ അടുത്ത മെഡിസിനിലേക്ക് പോകുമ്പോൾ ബീച്ച് എന്ന് പറയുന്ന ഔഷധമാണ്. ബീച്ച് എന്ന് പറയുന്ന ഔഷധത്തിന് യുക്തിരഹിതമായ പ്രവൃത്തികൾ സഹിക്കാൻ കഴിയാത്തവർ, നമുക്കറിയാം പല സില്ലി മാറ്റേഴ്സ് ഒന്നും അവർ സഹിക്കത്തില്ല ആൾക്കാർ. അലർജി, പൊടിയുടെ അലർജി, ഗന്ധത്തിന്റെ അലർജി, ഇതൊക്കെ ആ ബീച്ചിന്റെ ഒരു സർവ്വസാധാരണ. എല്ലാത്തിനും അലർജി പറയും. പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ്. ഇരു വിഭാഗങ്ങൾ തമ്മിൽ തർക്കങ്ങൾ, നമുക്കറിയാം നമ്മുടെ മുമ്പിൽ രണ്ടുപേര് നമ്മൾ വഴക്കടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആസ്വദിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ബീച്ച്.
പ്രൊഫഷണൽ. അവരെ ആസ്വദിക്കും അത്. അവരെ മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും പരാതികൾ പറഞ്ഞു. നമുക്കറിയാം വില കുട്ടി ചില ആളുകളൊക്കെ നമ്മുടെ അടുക്ക് വന്ന് എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങളാണ് അവരെ നമ്മളോട് പറയുന്നത്. അവരെ പോലെ മറ്റുള്ളവരോട് അവർക്ക് യാതൊരു എന്താ പറയാ അനാദരവ് കാണിക്കുന്ന ഒരു രീതിയാണ്. നമ്മളോട് മതം, അഭിപ്രായം, ചുറ്റുപാടുകളെല്ലാം ഇടയ്ക്കിടെ മാറാനാണ്. കാരണം നമുക്കറിയാം ഇവിടെ ഒരു സ്ഥലം മേടിച്ചു, കുറച്ചു കാലം താമസിച്ചു, അവരവിടുന്ന് വിറ്റു, വേറെ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ മാറി മാറി മതവും അഭിപ്രായങ്ങളും സ്ഥലങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ബീച്ചിന്റെ പരിധിയിൽ നമുക്ക് പെടുത്താൻ പറ്റും. പിന്നെ ഇല്ലാത്ത വിടുവായി പറയാൻ നമ്മൾ പറയും. കാര്യങ്ങളൊന്നും ഇല്ല, വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വിടുവായി പറയാന്ന് നമ്മുടെ നാട്ടിൽ പറയും. ഇങ്ങനെയുള്ള ആളുകളെ ബീച്ചിന്റെ പരിധിയിൽ പെടുത്താം. അതോടൊപ്പം തന്നെ മറ്റുള്ളവളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, നമുക്കറിയാം മറ്റുള്ള ചൊറിയുന്ന വർത്തമാനം പറയുന്ന ആൾക്കാരെന്നൊക്കെ പറയും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ബീച്ചിന്റെ പരിധിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്വഭാവം, ആവശ്യത്തിലധികം മുൻകരുതലെടുക്കുന്നു. അതായത് ഒരു കാര്യത്തിലേക്ക് എടുക്കുമ്പോഴേക്കും ഒത്തിരി മുൻകരുതലെടുക്കും. നമുക്കറിയാം നമ്മൾക്ക് അസഹ്യമായ രീതിയിൽ മുൻകരുതലെടുക്കുന്ന ഒത്തിരി ആൾക്കാരെ നമുക്കറിയാം. അങ്ങനെയുള്ള മുൻകരുതലുകൾ എടുക്കുന്ന ആൾക്കാരെയും നമുക്ക് ബീച്ചിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ ഈ മുൻകരുതൽ എടുക്കുന്നത്. പക്ഷെ എങ്കിലും ആ ഒരു ഇത്. പിന്നെ മതപരമായി ഭക്തി കാട്ടുന്നതും അങ്ങനെയുള്ളതും ഒക്കെ ഇവരെല്ലാം വരുന്ന അനാഥരോടുകൂടി, ഞാൻ മുമ്പേ പറഞ്ഞു, അനാഥരോടുകൂടി മറ്റുള്ളവരെ സമീപിക്കുന്ന ആൾക്കാർ പരുഷമായ വാക്കുകൾ പറയും. എന്തെങ്കിലും നമ്മളൊരു സൂപ്പർ കോംപ്ലക്സ് മെന്റാലിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ബീച്ചിന്റെ പരിധിയിൽ കൊണ്ടുവരിക. തീർച്ചയായും അവര് നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ബിസിനസിനെ മാത്രമേ സംസാരിക്കാറ്. അവര് ഒരു കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും അവരുടേതായ രീതിയിലൂടെ അവർ നമ്മളോട് സംസാരിക്കും. അതായത് അത് വ്യാഖ്യാനങ്ങളെല്ലാം അവരുടേതായ രീതികൾ തന്നെയായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ബീച്ചിന്റെ പരിധിയിൽ വരുന്നത്. ബീച്ച് എന്ന് പറയുന്നത് നമുക്ക് പറയാം. പിന്നെ നമ്മൾ അതിനോട് അനുബന്ധിച്ച് വൃത്തിയുടെ കാര്യത്തിൽ വളരെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധയാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രതിബന്ധങ്ങൾ അവരുണ്ടാവും. ഒത്തിരി പ്രതിബന്ധങ്ങൾ ഇത്രയും വൃത്തി ഉണ്ടാവുമ്പോൾ നമുക്ക് അതിനകത്ത് ഒത്തിരി പ്രതിബന്ധങ്ങളും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള അമിത വൃത്തി കൊണ്ട് പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ വന്നു. റിസൾട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. വൈഫിന് ഭയങ്കരമായ വൃത്തി കൂടുതലാണെന്ന് പറഞ്ഞു. പിള്ളേരുടെ കല്യാണം പോലും നടക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു ഒരാൾ എൻ്റെ അടുക്ക വന്ന് പരാതി പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കേസിൽ ഞാനിപ്പോൾ ഒരു ബീച്ച് കൊടുത്തയച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ നന്നാവുമായിരിക്കും. എനിക്ക് റിസൾട്ടിന് എനിക്ക് വന്നിട്ടില്ല. റിസൾട്ട് വരട്ടെ, അന്നേരം ഞാൻ അതിനെപ്പറ്റി പിന്നീട് പറയാം. അപ്പൊ എങ്ങനെ ആയാലും ഞാൻ മുമ്പേ പറഞ്ഞ അമിത വൃത്തി ഉണ്ടായിട്ട് നമ്മുടെ പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥാവിശേഷം വരുമ്പോൾ നമുക്ക് ബീച്ചിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ അതിനോടനുസരിച്ച് ഞാൻ പറഞ്ഞു, ഇതെല്ലാം മാനസിക ഘടകങ്ങളെ മാത്രം അനുസരിച്ച് ഫിസിക്കൽ സിംറ്റം ആയിട്ടാണ് നമ്മുടെ അടുത്ത് അപ്പോഴും വരുന്നത്. അതിന് സ്പൈനൽ ഡിസ്ക് പ്രൊലാപ്സോ അല്ലെങ്കിൽ സ്പൈനൽ ഡിസ്ക് കർവച്ചറോ അതല്ലെങ്കിൽ ഇൻഡുറേഷൻ ഓഫ് പ്ലാൻസോ എന്നൊക്കെ ആയിട്ടൊക്കെ വരുമായിരിക്കും. പക്ഷെ അന്നേരവും ഈ മാനസിക ഘടകങ്ങൾ, നമ്മുടെ ഹോമിയോപ്പതിക്കാരനും എപ്പോഴും ആലോചിക്കുന്ന മാനസിക ഘടകങ്ങളാണ്. ഈ മാനസിക ഘടകങ്ങളെ അപഗ്രഥിച്ചിട്ട് ഈ ഔഷധങ്ങളും കൂടെ സപ്ലിമെന്ററി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചികിത്സയ്ക്ക് വളരെ വ്യത്യാസം ഉണ്ടാവും എന്ന് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ ബീച്ചിൽ നിന്ന് പോയിട്ട് സെഞ്ചുറി എന്ന് പറയുന്ന ഔഷധത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താ ചെയ്യുന്നത്? വ്യക്തിബോധം കുറവുള്ള ആളുകളാണ്, വ്യക്തിത്വ ബോധം കുറവുള്ള ആളുകൾ. ദൈവവിശ്വാസം അവർക്കില്ല, നഷ്ടപ്പെട്ടവർ. ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാര് ആണ് അവര്. ആരോടും ആവലാതി അവർ പറയാറില്ല. മറ്റുള്ളവരെ കൊണ്ട് നല്ലതെന്ന് പറയിപ്പിക്കാനുള്ള ആഗ്രഹമുള്ളവരാണ്. മറ്റുള്ളവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതിന്റെ മറ്റുള്ളവരെ കൊണ്ട് നല്ലതാണെന്ന് പറയിപ്പിക്കാൻ മറ്റുള്ളവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്ന ആ ഒരു വിഭാഗമാണ് സെഞ്ചുറി വിഭാഗം. പ്രതിഷേധമില്ലാതെ എല്ലാം സഹിക്കുന്ന ഒരു ശീലമാണ് അവർ. മറ്റുള്ളവരെ പരിചരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തും. നമ്മൾ പല വീടുകളിലും നമുക്ക് ഈ മാനസികാവസ്ഥയുള്ള ഒത്തിരി സ്ത്രീകളെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അവർക്ക് ഉണ്ടാവുന്ന രോഗങ്ങളുമായി നമ്മുടെ അടുക്ക വരുമ്പോൾ നമുക്ക് അവർക്ക് കൂടുതൽ ഉണ്ടാവുന്ന ബാക്ക് പെയിന്, സ്കാപ്പുലർ ഭാഗങ്ങളിലുള്ള വേദന, ഇതൊക്കെയാണ് അങ്ങനെ ആളുകൾ കൂടുതൽ നമ്മുടെ അടുക്ക വരുന്നതാണ്. ഇവരെയെല്ലാം സെഞ്ചുറി എന്ന് പറയുന്ന രോഗത്തിൽ ആ ഔഷധത്തിന്റെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. പെട്ടെന്നുണ്ടായ രോഗത്തിന് ശേഷം ഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു. ഇപ്പോഴും നമുക്കറിയാം, ഇപ്പോഴത്തെ വൈറൽ പനി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമാണ്.
ഭയങ്കര ക്ഷീണം തന്നെയാണ്. അങ്ങനെയുള്ള പെട്ടെന്നുണ്ടാകുന്ന അസുഖത്തിന് ശേഷം ഉണ്ടാകുന്ന ക്ഷീണത്തിന് സെഞ്ചുറി നല്ല മരുന്നാണ്. പിന്നെ മറ്റുള്ളവരുമായിട്ടുള്ള വഴക്ക് കൂടലൊക്കെ ഒഴിവാക്കുന്ന സ്വഭാവമാണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ടോണിക്ക് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധം എന്ന നിലയിൽ നമുക്ക് സെഞ്ചുറി ഉപയോഗിക്കാം. പിന്നെ സാധാരണ രീതിയിൽ വിഡ്രോവൽ സിംറ്റംസുമായിട്ട് നമ്മുടെ അടുക്ക് വരുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് എന്തെങ്കിലും രോഗം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഔഷധം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഹാരം നമ്മൾ വേണ്ടെന്ന് വെക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന രോഗത്തിനാണ് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത്. പുകവലി, സിഗരറ്റ് അല്ലെങ്കിൽ മദ്യപാനം, ഇങ്ങനെയുള്ള ഏതെങ്കിലും നമ്മൾ വേണ്ടെന്ന് വെക്കുമ്പോൾ ഉണ്ടാവുന്ന സിംറ്റംസിനെയാണ് വിഡ്രോവൽ സിംറ്റംസ്. അങ്ങനെയുള്ള വിഡ്രോവൽ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസുകളിൽ സെഞ്ചുറി കൊടുത്തു കഴിഞ്ഞാൽ ആ വിഡ്രോവൽ സിംറ്റംസ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അത് നമ്മുടെ മനസ്സിൽ കാണാം. പിന്നെ അടുത്ത ഒരു ഔഷധം സെറാറ്റോ. സെറാറ്റോ എന്ന് പറയുന്ന ഔഷധം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രശംസ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് പ്രശംസ ആഗ്രഹിക്കുന്നതുകൊണ്ട് എന്താ വെച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് ഉപദേശം ആരാഞ്ഞ് അതനുസരിച്ച് അവർ പ്രവർത്തിക്കും. മറ്റുള്ളവരിൽ നിന്ന് ഉപദേശമൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് സെറാറ്റോയുടെ വിഭാഗം. മറ്റുള്ളവരാൽ ശുശ്രൂഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതായത് മറ്റുള്ളവർ നമ്മുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം, നമ്മളെ അവർ ശുശ്രൂഷിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരും സെറാറ്റോയുടെ പരിധിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മാറ്റമില്ലാതെ അഭിപ്രായങ്ങളുള്ളവരാണ്. അത് ഫിക്സഡ് ഐഡിയാസ് എന്നാണ്, ഫിക്സഡ് നോഷൻസ് അല്ലെ, ഫിക്സഡ് ആയിട്ട് അവരെ ഒരു കാര്യത്തിൽ നിന്നും അവരുടെ അഭിപ്രായങ്ങൾ അവർ മാറ്റുന്നില്ല. വിവരങ്ങള് പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം, വിവരങ്ങൾ അറിയാൻ കൊതിയുള്ള ആൾക്കാരാണ്. മറ്റുള്ളവരുടെ സ്പൈ വർക്ക് ചെയ്യാന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവരിൽ എന്താണെന്ന് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ചില ആൾക്കാർ കിന്നരിച്ച് ചോദിക്കുക എന്ന് പറയും. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആളുകളെ സെറാറ്റോയുടെ വിഭാഗത്തിൽ അവരുടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അവർ നോക്കുന്നു. അവസരം വരുന്നത് സംശയം കൊണ്ട് ഇല്ലാതാകും. അപ്പൊ ഇനി അവരുടെ ഒരു ഇതാണ്, ഏതെങ്കിലും നല്ല അവസരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആ അവസരങ്ങൾ അവർ വേണ്ട എന്ന് വെക്കുന്ന ഒരു വിഭാഗമുണ്ട്, സെറാറ്റോ വിഭാഗം. അവസരങ്ങൾ നല്ലത് വന്നു വരും, പക്ഷെ അത് നമ്മുടെ ആ മനസ്സിന്റെ ആ ഒരു വേണം വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരു അവസ്ഥ സെറാറ്റോയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെയുള്ള അവസരങ്ങൾ പലപ്പോഴും വേണ്ടെന്ന് വരും. അവർക്ക് തന്നെ സ്വയം ഒരു വിശ്വാസം ഇല്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. പെട്ടെന്ന് പരിഷ്കാരങ്ങളൊക്കെ സ്വീകരിക്കും, പരിഷ്കരണങ്ങളെല്ലാം പെട്ടെന്ന് സ്വീകരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവും. ഇവരെല്ലാം ഒത്തിരി കാര്യങ്ങൾ ഈ സെറാറ്റോ വിഭാഗങ്ങൾ ചെന്ന് പെടുമെങ്കിലും ഒന്നിലും അവര് അത് മുഴുമിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പകുതി അവിടെ ചെയ്ത് ഒറ്റ അവർ നിർത്തിച്ച് പോരും, പിന്നെ വേറെ പകുതിയാണ്. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ്. ഇപ്പൊ സെറാറ്റോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക, ആ ഒരു പാറ്റാലിറ്റിയിലാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുക. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയ്ക്ക് വരുമ്പോൾ സെറാറ്റോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഘട്ടമാണ്. പിന്നെ ചെറി പ്ലം എന്ന് പറയുമ്പോൾ ആൽക്കഹോളിന് അമിത ആഗ്രഹം കാണിക്കുന്ന ആൾക്കാരാണ്. അതിൽ നിന്ന് അത് കഴിഞ്ഞ് ബഹളം ഉണ്ടാകുന്നു. ആൽക്കഹോളിക് കഴിച്ച ചില ആൾക്കാർ ചുമ്മാ നമ്മള് ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന ആൽക്കഹോളികമായിട്ട് ശല്യം ക്ലിയർ ആയില്ല സാർ. എന്തോ ഇനി എന്റെ മാത്രം പ്രശ്നമാണോ? എന്തോ പറഞ്ഞില്ല. ചെറി പ്ലം തുടങ്ങിയപ്പോഴേ എന്തോ ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു. ചെറി പ്ലം എന്ന് പറയുന്ന ആൽക്കഹോളിന് അമിതമായ ആഗ്രഹം കാണിക്കുന്ന ആൾക്കാരാണ്. അതിൽ നിന്ന് പിന്മാറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് ആൽക്കഹോളിക് ഇതിൽ നിന്ന്. അത് കഴിഞ്ഞ് ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ചെറി പ്ലമിന്റെ കൺട്രോൾ കുറവുള്ളവരെന്ന് നമ്മൾ അവരെ പറയാം. ഭ്രാന്ത് പിടിച്ച അകാരണമായ ഉച്ചത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരെ മുരളുക എന്ന് നമ്മൾ ഉച്ചത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരാണ്. എപ്പോഴും എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവര്. അത് ഹൈപ്പർ ആക്റ്റീവ് ആയുള്ള ആൾക്കാരാണ് ചെറി പ്ലമിന്റെ പരിധി. ഹൈപ്പർ ആക്റ്റീവ് ആണ്.
പല തരത്തിലുള്ള മനോരാജ്യങ്ങൾ കണ്ടു വെറുതെ ഇരിക്കുന്നവരാണ്. ഇന്ന് വെറുതെ അവരൊന്നും മെറ്റീരിയലൈസ് ചെയ്യത്തില്ല. നമ്മൾ ആണെങ്കിൽ സൾഫറിന്റെ ഒക്കെ ആരും പാരമ്പര്യത്തിലേക്ക് നമുക്ക് ചെറിയ പ്ലവിനെ കൊണ്ടുപോകാൻ പറ്റും. എടുത്തു ചാടി എന്തും ചെയ്യുന്ന പ്രകൃതി. കാരണം അത് അതിനെക്കുറിച്ച് ആലോചിക്കുക, വരുംപരായ്മകളെ കുറിച്ച് ആലോചിക്കാതെ കാര്യങ്ങളിൽ എടുത്തു ചാടി ചെയ്യുന്ന ആൾക്കാരാണ് ചെറിപ്ലം വിഭാഗത്തിൽ നമ്മൾ കൊണ്ടുവന്നത്. പിന്നെ മറ്റുള്ളവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, കിൽ ഡിസയർ ഉള്ള ആൾക്കാർ, പിന്നെ കാമവികാരമുള്ള ആഭാസൻ എന്ന് പറയുന്ന ആൾക്കാർ, പിന്നെ അത് ഇതിനകപ്പെടുന്ന ആൾക്കാരാണ്. സ്നേഹം നിരാകരിച്ചാൽ ഉണ്ടാകുന്ന, നിരാശയാൽ ഉണ്ടാകുന്ന രോഗം, അവർക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ, അസൂയ മൂലം പ്രതികാരം ചെയ്യാൻ നോക്കുന്ന ആൾക്കാർ, എപ്പോഴും സെക്സിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര്, താൻ കേവനാണെന്ന് വിചാരിച്ച് ആ ചിന്തകൾ ഓരോപ്പോഴും മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആൾക്കാര്, സെക്സ് സപ്രസ് ചെയ്തത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, ഇതെല്ലാം ചെറിപ്ലവിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ചെറിപ്ലം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പാർശ്വപ്പള്ളയുടെ, അതായത് റിബ്സിന്റെ ഭാഗങ്ങളിൽ വേദന ഉണ്ടാകുന്ന കേസുകൾ ചെറിപ്ലമിന്റെ പരിധിയിൽ വരുന്നുണ്ട്. പിന്നെ പുകവലി ഉപേക്ഷിക്കാനായിട്ട് നമ്മൾക്ക് ഈ ചെറിപ്ലം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഔഷധമാണ്. പുകവലി ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ നമ്മളെ സമീപിക്കാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെറിപ്ലം കൊടുത്താൽ വ്യത്യാസം വരും. പിന്നെ പിന്നെ രക്തം വരുന്നവർ ഒരു ഭാഗത്ത്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സൾഫറിന്റെ ഒരു കാറ്റഗറി തന്നെയാണ് വരുന്നത്. രക്തം വരുന്നവർ ഒരു ഭാഗത്ത് തന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ മുറിവുകള്, അതുപോലെ കൈവിരലുകളുടെ അഗ്രങ്ങളിൽ ഉണ്ടാകുന്ന വ്രണങ്ങള്, ഇങ്ങനെയൊക്കെ ഉള്ളതിന് പുറമെ ഉപയോഗിക്കാനും ഈ ചെറിപ്ലം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ, മുറിവുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഔഷധവും ചെറിപ്ലം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കലന്തുല, ഹൈപ്പറിക്കം, ലഡം ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇത് ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ് ചെറിപ്ലം. ഇതിലെ ശരിയായ ശാരീരികവും മാനസികമായ രോഗത്തിലെ വേദനകൾ, അതാണ് ചെറിപ്ലമിലെ നമ്മൾ പുറത്ത് പറഞ്ഞു. ഷോർട്ടായിട്ട് നോക്കുമ്പോൾ ശാരീരികവും മാനസികമായ വേദനകൾ ഒരു രോഗത്തിലേക്ക് നയിക്കുവാണെങ്കിൽ അതിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു ഔഷധമാണ് ചെറിപ്ലം എന്ന് പറയാം. വീണ്ടും ഉള്ളത് ചെസ്റ്റ്നട്ട് ബഡ്. ചെസ്റ്റ്നട്ട് ബഡ് എന്ന് പറയുന്നത് വസ്തുക്കൾ വ്യക്തമായി ഗ്രഹിക്കാൻ പ്രയാസമാണ് അവർക്ക്. ആബ്സെന്റ് മൈൻഡഡ് എന്നാണ് നമ്മൾ പറയുന്നത്. വസ്തുക്കൾ വ്യക്തമായി ഗ്രഹിക്കാൻ പ്രയാസമുണ്ട്. മാനസികമായ പിന്നോക്കാവസ്ഥയാണ് അവർക്കുള്ളത്. മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ചെസ്റ്റ്നട്ട് ബഡിന്റെ പരിധിയിൽ വരിക. ഒരേ തെറ്റുകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കും. ഒരു തെറ്റ് ആദ്യം നമ്മൾ ചെയ്തു, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, വീണ്ടും വീണ്ടും ആ തെറ്റുകൾ അവരെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാരാണ്. പ്രശ്നങ്ങളിൽ ഒളിച്ചോടി പോകാൻ ശ്രമിക്കുന്നവരാണ്. റൺസ് അവേ ഫ്രം റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രോബ്ലംസ്. അതാണ് അവരുടെ ഒരു മാനസികാവസ്ഥ. എപ്പോഴും റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് പുറകോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ശ്രദ്ധക്കുറവുള്ളവരാണ്. പിന്നെ കുട്ടികളാണെങ്കിൽ കിടക്കയിൽ മൂത്രം ഒഴിക്കുന്ന സ്വഭാവമുള്ള കുട്ടികളാണ് ചെസ്റ്റ്നട്ട് ബഡിന്റെ ഇത് വരുന്നത്. മന്ദബുദ്ധി, മറവി രോഗം, മാനസിക വളർച്ച കുറവ്, ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങൾ ഒരു രോഗിയിൽ നമ്മൾക്ക് എത്തിപ്പെടുകയാണെങ്കിൽ നമുക്ക് ചെസ്റ്റ്നട്ട് ബഡിനെ കുറിച്ച് ചിന്തിക്കാം. ചെസ്റ്റ്നട്ട് ബഡ് അല്ലെങ്കിൽ അത്തരം അസുഖങ്ങളിൽ ചെസ്റ്റ്നട്ട് നോട്ട് നമുക്ക് നല്ലവണ്ണമാണ്. മാനസിക പിന്നോക്കാവസ്ഥ വരുന്നത് കൊണ്ട് അതനുസരിച്ചുള്ള പരിഹാസങ്ങളും ചിന്തകളും ഒക്കെയാണ് അവരിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ചെസ്റ്റ്നട്ട് ബഡ് അങ്ങനെ മാനസിക അവസ്ഥയിലുണ്ട്. അടുത്ത നമ്മൾ മെഡിസിനിലേക്ക് പോകുമ്പോൾ ചിക്കരി എന്ന് പറയുന്ന മെഡിസിനാണ്. ചിക്കരി എന്ന് പറയുന്ന മെഡിസിൻ വേണ്ടപ്പെട്ടവർ മരിച്ചതിൽ നിന്നുണ്ടായ നിരാശയാൽ ഉണ്ടാകുന്നു. എനിക്ക് ഇങ്ങനെ 1-2 കേസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വേണ്ടപ്പെട്ടവർ മരിച്ചു, പിന്നെ അവർക്ക് തലവേദന മാറുന്നില്ല അവർക്ക് വന്നിട്ട്. ചിക്കരി അതിന്റെ ഇതാണ്. വേണ്ടപ്പെട്ടവർ മരിച്ചതിൽ നിന്നുണ്ടായ നിരാശയിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളാണ് ചിക്കരിയുടെ പരിധി വരുന്നത്. ചിക്കറി
താൻ രോഗിയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന ഒരു സ്വഭാവം ചിക്കരി രോഗികൾക്കുണ്ട്. എപ്പോഴും ഞാൻ രോഗിയാണെന്ന് പറഞ്ഞു. ഗുണദോഷം ലഘുവായ ശാസന കുറ്റപ്പെടുത്തൽ ഇവയൊന്നും ചിക്കറി രോഗികൾക്ക് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അതൊന്നും അവര് സഹിക്കുകയില്ല. ആളുകൾ തന്നെ ശ്രദ്ധിക്കുന്നതും പരിചരിക്കുന്നതും അവർ ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം വെച്ചാൽ എപ്പോഴും രോഗിയാണെന്ന് പറയും, അവര് നമ്മൾ പരിചരിക്കണമെന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാണ്. അവർക്ക് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, സ്വന്തം വീതത്തിന് വേണ്ടി വീട്ടിൽ നിരന്തരം കലഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെയുള്ള വിഭാഗത്തിനെ നമ്മൾ ചിക്കരിയുടെ വിഭാഗത്തിലപ്പെടുത്തുക. കാരണം സ്വന്തം വീതത്തിന് വേണ്ടി വീട്ടിൽ നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ചിക്കരിയുടെ വിഭാഗത്തിൽ നമുക്ക് പെടുത്താം. അധികാരം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തിരിച്ചടി നൽകണമെന്ന് വിചാരിച്ചുകൊണ്ട് പകയുള്ളവർക്ക് മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടും. അതായത് നമ്മൾ അവർക്കൊരു തിരിച്ചടി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവരുടെ കാര്യങ്ങളിൽ നമ്മൾ പോയി ഇടപെടുന്നത്. അപ്പൊ പകയുള്ള വിഭാഗമാണ് ഇവരെന്ന് നമുക്ക് പറയുന്നത് ചിക്കരി. പിന്നെ ക്ലപ്റ്റോമാനിയ ഞാൻ മോഷണ വ്യഗ്രത കൂടുതലുള്ള ആൾക്കാരെന്നുള്ളതാണ് നമ്മൾ ക്ലപ്റ്റോമാനിയ. നമ്മുടെ പല ഔഷധങ്ങളിലും പറയാറുണ്ട്. രക്തസാക്ഷികളാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ ചിക്കറിയുടെ പരിധി വരുന്നത്. നമുക്കറിയാം രക്തസാക്ഷികളാകുന്ന വലിയൊരു ഇതല്ലേ. അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്. നമുക്കും ഇപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളെ അല്ല, സമൂഹം പല ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രക്തസാക്ഷികളാകാന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. താൻ വലിയ ഒരു മഹാനാണെന്നുള്ളൊരു തോന്നുന്നത്, താൻ കേമനാണെന്ന് തോന്നുന്ന മെഗാലോമാനിയ എന്ന് പറയുന്ന രോഗത്തിന് അടിമപ്പെട്ടവരാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് മോശമായി പെരുമാറും. അതാണ് വേറെ ശ്രദ്ധ നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ട് മോശമായി പെരുമാറുന്ന വിഭാഗമാണ് ചിക്കരി വിഭാഗം. ഏക വിഷയമായ, അതായത് മോണോമാനിയ എന്ന് പറയുന്നത് ഇതിന് മോണോമാനിയയ്ക്ക് അടിമപ്പെട്ടവരാണ്. ഇത് മിക്കവാറും സെക്സ് സംബന്ധമായ ഇതുമായിട്ടായിരിക്കും കൂടുതലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. മറ്റുള്ളവരുടെ ശ്രദ്ധ പറ്റാൻ വേണ്ടിയിട്ട് ഓവർ ആക്ട് ചെയ്യുന്നതാണ് ചിക്കരി വിഭാഗത്തിന്റെ ആൾക്കാർ. സഹതാപത്തിന് വേണ്ടിയായി അവരെ അഭിനയിക്കും വേണ്ടി വന്നാല് അധികാരത്തോട് ആഗ്രഹമുള്ളവരാണ്. ഈ ഇതിലെ നമ്മൾ ഈ ചിക്കരിയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ടിമിഡ് ഷൈ ക്ലിങ്കിങ് ചൈൽഡ്, അതായത് ഇഴുകിച്ചേർന്ന് ഒട്ടിച്ചേർന്നിരിക്കുന്ന കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുട്ടികളിൽ വരുന്ന മിക്കവാറും നമ്മളോട് ശങ്ക അല്ലെങ്കിൽ നാണം, അതുപോലെ നമ്മളിലോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന കുട്ടികൾ, അത് വീടുകളിൽ മറ്റുള്ളവരിൽ രക്ഷകർത്താക്കളോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന രോഗാവസ്ഥകളാണ് ചിക്കരിയുടെ പരിധിയിൽ വരുന്നത്. ചിക്കരി നമ്മൾ കൊടുക്കുന്ന ഒരു ഇതാണ്. മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് നല്ലോണം നോക്കേണ്ടതാണ്. ഈ ടിമിഡ് ഷൈ ക്ലിങ്കിങ് ചൈൽഡില് നമുക്ക് ഉണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും ചിക്കരി പരിഹാരമായിട്ട് വരുന്നു. പിന്നെ ക്ലിമാറ്റിക്സ് എന്ന് പറയുമ്പം എന്താ പറയാ, എന്തെങ്കിലും ചിന്തിച്ച് അതിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാരെയാണ് ക്ലിമാറ്റിക്സിന്റെ വിഭാഗം. എയർ കാസ്റ്റൽസ് എന്നാണ് ഇവരെ പറയാം. അതായത് വാലും തലയും ഇല്ലാതെ മനപ്ലാനുകളും മനസ്സ് എപ്പോഴും ബിസി ആയിരിക്കുന്ന ആൾക്കാരെയാണ് എയർ കാസ്റ്റൽസ് എന്ന് പറയുന്നത്. എയർ കാസ്റ്റൽസ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ക്ലിമാറ്റിക്സ് പെടുക. അവരെപ്പോഴും ബിസിയാണ്, പക്ഷെ അത് വാലും തലയും ഇല്ലാത്ത മനപ്ലാനുകളാണ് അവരുടെ കയ്യിലുള്ളത്. പകൽക്കിനാവ് കാണുന്നവരാണ്. രോഗം മൂലം മരിക്കുമെന്നുള്ള ഭയാശങ്കകൾ ഉള്ളവരാണ്. ജീവിതത്തിൽ താല്പര്യങ്ങളൊന്നുമില്ലാതെ മടിയന്മാരായി സ്വതന്ത്രരായി കഴിയുന്ന വിഭാഗത്തെയാണ് ക്ലിമാറ്റിക്സിന്റെ പരിധിയിൽ കൊണ്ടുവരിക. നല്ല കാലം വരുമെന്ന് വിചാരിച്ച് സ്വപ്നം കണ്ട് നടക്കുന്നവരും, എന്നാൽ അതിനുവേണ്ടി അവരൊന്നും പ്രവർത്തിക്കുകയും ചെയ്യാത്ത ആൾക്കാരെ നമുക്ക് നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഇവരെയൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും കണ്ടെത്തുമ്പോൾ നമ്മൾ ഈ ക്ലിമാറ്റിക്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. നല്ല കാലം വരുമെന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതെ മനപ്ലാനും കെട്ടി ചുമ്മാ നടക്കുന്ന ആൾക്കാർ, അതിൽ അവിടെ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് ക്ലിമാറ്റിക്സിന്റെ പരിധിയിൽ കൊണ്ടുവരാം. ഹൈപ്പോടെൻഷൻ, ഹൈപ്പോതൈറോയിഡിസം എന്നിവയ്ക്ക് അങ്ങനെയുള്ള ആളുകളിൽ വരുന്ന ഹൈപ്പോടെൻഷൻ, ഹൈപ്പോതൈറോയിഡിസം മുതലായവയ്ക്ക് ക്ലിമാറ്റിക്സ് ഉപയോഗിക്കാറുണ്ട്. നേരത്തെ തന്നെ വാർദ്ധക്യം പ്രാപിച്ച ആൾക്കാരെ നമുക്ക്
ക്ലിമാറ്റിക്സിന്റെ പരിധി കൊണ്ടുവരാൻ പറ്റും. ഇതിന് ഇവിടെ ഞാൻ ക്ലിമാറ്റിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് ബ്ലൈൻഡ് ആയിട്ടൊരു ഇത് വരുന്നത് നമ്മുടെ അടുത്ത് ധാരാളം എപ്പിലെപ്സി കേസുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇങ്ങനെ വരുന്ന എപ്പിലെപ്റ്റിക് കേസുകളിൽ ക്ലിമാറ്റിക്സും വൈറ്റ് ചെസ്റ്റ്നട്ടും സ്ക്ലീറാന്തസ് എന്ന് പറയുന്ന ഔഷധങ്ങളുടെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നുണ്ട്. എപ്പിലെപ്സിക്ക് ക്ലിമാറ്റിക്സ്, വൈറ്റ് ചെസ്റ്റ്നട്ട്, സ്ക്ലീറാന്തസ് എന്ന് പറയുന്ന 3 ഔഷധങ്ങൾ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ ഗുണം കിട്ടുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുക. അടുത്തത് കാർവാപ്പിൾ എന്ന് പറയും. കാർവാപ്പിൾ എന്ന് പറയുന്ന മെഡിസിനെ സംബന്ധിച്ചിടത്തോളം കൈ എപ്പോഴും വൃത്തി പോരാ എന്ന് പറഞ്ഞ് കഴുകിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് സിവിലിനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സിവിലിനത്തിന് ഏറ്റവും വലിയ സിംറ്റം അത് തന്നെയാണ്. കൈ എപ്പോഴും വൃത്തി പോരാ എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ട് കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് കാർവാപ്പിളിൽ നമ്മൾ കൊണ്ടുവരിക. അത് സംതൃപ്തി ഇല്ലാതെ തന്നെ തന്നെ ചീത്ത പറയുക സംതൃപ്തി ഇല്ലാതെ. അതാണ് അവരുടെ ഒരു ഇത്. ലഹരി വസ്തുക്കൾ ഉപയോഗം വേണ്ടെന്ന് വയ്ക്കാൻ കാർവാപ്പിള് മുമ്പേ പറഞ്ഞ പോലെ ചെറി പ്ലമ്മിനോട് കൂടെ പോലെ തന്നെ ഇത് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് കാർവാപ്പിള്. ലംബ് സെൻസേഷൻ ഇൻ ദി ബോഡി, അതായത് തടിപ്പുള്ളതുപോലെയോ പന്തിരിക്കുന്ന പോലെയോ ശരീരാന്തർഭാഗങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ തോന്നലുകൾ ഉണ്ടാകുന്ന രോഗം കാർവാപ്പിളിന്റെ പരിധിയിൽ വരും. പിന്നെ കണ്ണിൽ മണൽ പോയതുപോലെയോ കണ്ണിൽ രാവിലെ പീളയടിയോ ചെയ്ത് ഇരിക്കുന്ന കൺ രോഗങ്ങളില് കണ്ണിലെ രോഗങ്ങൾക്ക് ഈ കാർവാപ്പിള് നമുക്ക് പ്രയോജനപ്രദമാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും അത്യധികമായ ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്ന ആൾക്കാർ കാർവാപ്പിളിന്റെ പരിധിയിൽ വരും. പിന്നെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യം, ജനറലായിട്ട് ഉപയോഗിക്കുന്ന കാർവാപ്പിൾ ഉപയോഗിക്കുന്നത് ക്യാൻസറിന്റെ വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാർവാപ്പിൾ നമുക്ക് ഉപയോഗിക്കാം. ക്യാൻസറിന്റെ വേദനകൾ കുറയ്ക്കാനായിട്ട്. അപമാനം സഹിച്ചതിൽ നിന്നുണ്ടാകുന്ന നിരാശയിൽ കൂടുതലായിട്ട് വരിക. കാർവാപ്പിള് തൊണ്ടരോഗങ്ങളിൽ കാർവാപ്പിൾ ഉപയോഗിക്കാറുണ്ട്. ശുദ്ധിക്ക് കാർവാപ്പിള് നല്ല ഔഷധമായിട്ട് വരും. പറിച്ചു കീറിയ മുറിവുകൾ, മുഖക്കുരു, ജലദോഷം, ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട്, ദഹന പ്രശ്നങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ അടുക്കൽ ഈ സിംറ്റംസുമായിട്ട് വരുന്ന ആളുകളെ നോക്കുമ്പോൾ കാർവാപ്പിള് നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ഒരു ഔഷധമാണ്. പിന്നെ ഉള്ളത് ഏലം എന്ന് പറയുന്ന ഔഷധമാണ്. എല്ലാറ്റിലും പിന്നെ ആശയറ്റവരാണ് ഏലത്തിന്റെ വിഭാഗത്തിൽ. എല്ലാത്തിലും ആശയറ്റവരാണ്, തന്നിൽ തന്നെ വിശ്വാസം ഇല്ലാത്തവരാണ് ഏലത്തിന്റെ പരിധിയിൽ വരുന്നത്. ജോലിഭാരത്തെ കുറിച്ച് എപ്പോഴും ആശങ്കകൾ ഉള്ളവരാണ്. ജോലിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്ന പ്രഷർ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ഏലത്തിന്റെ പരിധി വരുന്നത്. ജോലിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഉണ്ടാകുന്ന പ്രഷർ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ഏലത്തിന്റെ പരിധിയിൽ വരുന്നത്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്ന പാലിവുകൾക്ക്, ആസ്മ കേസുകൾ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്ന തരം ആസ്മ കേസുകൾ ഏലത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. പിന്നെ ജെൻഡിയാൻ എന്ന് പറയുമ്പോൾ അപകർഷതാബോധത്തിൽ നിന്നും ഡിപ്രഷനിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളാണ് ജെൻഡിയാന്റെ പരിധി വരുന്നത്. ജെൻഡിയാൻ, GENDIAN, ജെൻഡിയൻ അപകർഷതാബോധത്തിൽ നിന്നുണ്ടാകുന്ന ഡിപ്രഷനിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. മുഖം വീർപ്പിച്ചിരിക്കുന്നവരാണ് അവര് കൂടുതൽ. മുഷിച്ചിൽ കാട്ടുന്നവരാണ്. ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് മുഷിച്ചിൽ കാണിക്കുന്ന ആൾക്കാരാണ് ജെൻഡിയാന്റെ വിഭാഗത്തിൽ വരുന്നത്. അവരെപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ആൾക്കാരെ അല്ല. ഡിപ്രഷൻ മൂലം ദീർഘമായി ജോലി ചെയ്യാനുള്ള കായിക ശേഷി അവർക്ക് നഷ്ടപ്പെട്ട ആൾക്കാരാണ്. എല്ലാ കാര്യങ്ങളും അനിശ്ചിതത്വം തുടരുന്ന ആൾക്കാരാണ്. ചീത്ത വർത്തമാനം കേട്ടതിനാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, എല്ലാ കാര്യത്തിലും സംശയമുള്ളവരാണ്. എല്ലുകൾക്കുണ്ടാകുന്ന പരുക്കുകൾ ജെൻഡിയാന്റെ വിഭാഗത്തിൽ വരുന്നു. എല്ലുകളിൽ ഉണ്ടാകുന്ന പരുക്കുകൾ, ഉയർച്ചയെക്കുറിച്ച് ആഗ്രഹിക്കാതെ സ്ഥിരോത്സാഹം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളെയാണ് നമ്മൾ ജെൻഡിയാന്റെ വിഭാഗത്തിൽ പെടുത്തുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപകർഷതാബോധത്തിൽ നിന്ന്, ഡിപ്രഷനിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളാണ് ജെൻഡിയാന്റെ വിഭാഗത്തിൽ.
ഏതെല്ലാം ഫിസിക്കൽ രോഗങ്ങൾ വന്നാലും ഡിപ്രഷൻ അതിന്റെ പ്രാഥമികമായിട്ട് വരികയാണെങ്കിൽ ജെൻഡിയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിൻ. അടുത്ത ഗ്രോസ് എന്ന് പറയുന്ന ഔഷധമാണ്. അഭിലാഷങ്ങളും ജിജ്ഞാസകളും ഇല്ലാത്തവരാണ് ഗ്രോസിന്റെ പരിധി. ഒരഭിലാഷവും ജിജ്ഞാസയും അവർക്കില്ല, അഥവാ അവർക്ക് കുറവുള്ള ആളുകളാണ്. നിരാശ കൊണ്ട് ആശ നഷ്ടപ്പെട്ടവരാണ്, എല്ലാം ദുഃഖമായി കാണുന്നവരാണ്. ഇതിലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗ്രോസ് നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ചികിത്സയിൽ വരുമ്പം ഓവർ ലാളന കൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്കാണ്, പ്രശ്നങ്ങളാണ്. അതായത് ഓവർ ലാളിച്ച്, അതായത് കൂടുതൽ ലാളിച്ച് കുട്ടികളെ വഷളാക്കി എന്ന് പറയുന്ന വിഭാഗം, അങ്ങനെയുള്ള കുട്ടികളിൽ രോഗങ്ങളുമായിട്ട് നമ്മുടെ അടുക്ക് വരുമ്പോഴാണ് ഓവർ ലാളനയാൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഗ്രോസിന്റെ പരിധിയിൽ വരുന്നത്. പലപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തത് ഹീതർ എന്ന് പറയുന്ന ഇതാണ്. എല്ലാവരോടും എൻ്റെ രോഗലക്ഷണങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഹീതർ. എല്ലാരോടും തൻ്റെ രോഗലക്ഷണങ്ങളെ കുറിച്ച് വാതോരാതെ ഇങ്ങനെ പറഞ്ഞു. ആര് എന്നാലും അങ്ങേരുടെ രോഗങ്ങളെ കുറിച്ച് അങ്ങേര് പറഞ്ഞു. ദുഃഖകരമായ കാരണങ്ങൾ ഉണ്ടായ അധിക സംസാരവും, ഒരു കാരണം ഉണ്ടായി, ദുഃഖപരമായ ഒരു കാരണം ഉണ്ടായി, അതിനുശേഷം ഉണ്ടാകുന്ന അതിസംസാരം ഹീതറിന്റെ പരിധിയിൽ വരും. ഒരു വീട്ടില് രക്തസാക്ഷിത്വം ഉണ്ടായതിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ രക്തസാക്ഷിത്വം, ഒരു വീട്ടിൽ രക്തസാക്ഷികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ വീട്ടിലുണ്ടാവുന്ന മറ്റംഗങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഹീതർ പരിഹാരമാണ്. വെറുതെ ഒരു ദിക്കിൽ ചുമ്മാ കുത്തിപ്പിടിച്ചിരിക്കുന്നതാണ് ഹീതറിന്റെ ഒരു പ്രധാന സ്വഭാവം. തൻ്റെ പ്രതിച്ഛായ ഉയർന്നു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഹീതർ വിഭാഗം. എല്ലാം തന്നിൽ തന്നെ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഹീതർ. സ്വന്തം ഇഷ്ടം മാത്രമേ അവർ നോക്കാറുള്ളൂ. സംസാരിക്കുന്ന വിഷയങ്ങൾ മാറി മാറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് തന്നോട് തന്നെ രോഗങ്ങളെ, അല്ലെ എപ്പോഴും വരുന്നവരോടും പോകുന്നവരോടും തന്നെ രോഗങ്ങളും ആവലാതികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിനെ നമ്മൾ ഹീതറിന്റെ വിഭാഗത്തിലേക്ക് പെടുത്തുന്നു. സമയം വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഡീറ്റെയിൽസ് ആയിട്ട് ഉദാഹരണ സഹിതം പറയുമ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഒരു മണിക്കൂർ കൊണ്ടൊന്നും എടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ്. പിന്നീട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വീണ്ടും പഠിക്കുക എന്നുള്ളതാണ് നല്ലത്. വീണ്ടും ഹോളിയിലേക്ക് നമ്മൾ എന്തായാലും ഇന്ന് തീരുവില്ലല്ലോ സാറേ? തീരാൻ സാധ്യത കുറവാണ് കേട്ടോ. അത് കുഴപ്പമില്ല. അപ്പൊ സാറ് പറയുന്ന പോലെ പറഞ്ഞാൽ മതി. ഒരുപാട് അടുത്ത ഒരു സെഷനും കൂടെ നമുക്ക് ഇതിന്റെ ബാക്കി വെക്കാം, നോക്കാം. ശരി ആയിക്കോട്ടെ. എല്ലാറ്റിനോടും വെറുപ്പ്. ഹോളി എന്ന് പറയുന്ന ഔഷധമാണ് പറയാം. എല്ലാത്തിനോടും വെറുപ്പ്, വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനോടും വെറുപ്പ്, എല്ലാവരോടും വെറുപ്പ്, വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനോടും വെറുപ്പ്, അപവാദം പറഞ്ഞ് പരത്തുന്നതിൽ താല്പര്യമുള്ള ആളുകൾ, എല്ലാ കാര്യങ്ങളും ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്ന ആൾക്കാര്, മറ്റുള്ളവരോട് അനാദരവ് കാണിക്കുന്നവര്, തീവ്രമായ ദേഷ്യം ഉള്ളടക്കിയതിനാൽ ഉണ്ടായ രോഗങ്ങള്, തീയിൽ ഒഴുകിച്ചേരാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അഭിനിവേശം. അല്ല, എന്നോടാണോ പോലും പറയുന്നത്? അല്ല, അനാദരവ്, തീവ്രമായ ദേഷ്യം ഉള്ളടക്കിയാനുണ്ടാകുന്ന തീയിൽ ഒഴുകിച്ചേരാൻ ആഗ്രഹിക്കുന്ന തരമുള്ള അഭിനിവേശം, മോഹഭംഗം കൊണ്ട് ലവ് ഡിസപ്പോയിന്റഡ് ഉണ്ടായ രോഗങ്ങളാണ് പ്രധാനമായിട്ട് ഹോളിയിൽ വരുന്നത്. ലവ് ഡിസപ്പോയിന്റഡ് ഉണ്ടാകുന്ന രോഗങ്ങൾ, ദേഹം നിഷേധിച്ചതിനാലുള്ള ഉണ്ടാകുന്ന അസൂയയും ദേഷ്യവും പ്രശ്നങ്ങളും. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്തരം രോഗികളെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിയുന്നുണ്ട്. സ്നേഹം നിരാകരിച്ചതിനാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവരുടെ. ഭാവനയിലുള്ള അപമാനം കൊണ്ട് സെൻസിറ്റീവായ ആൾക്കാർ ആണ് അവര്. മറ്റുള്ളവർക്ക് അനാവശ്യമായി സംശയിക്കുന്ന തരം ഭ്രാന്താണ് ഇവരുള്ള. വീട്ടിലുള്ള ആളുകളോട് ഫാമിലി മെമ്പേഴ്സിനും ഇഷ്ടമില്ല. മറ്റുള്ളവരെ അനാവശ്യമായി സംശയിക്കുന്ന തരം ഭ്രാന്ത്, ആചാര്യമര്യാദകളൊന്നും പാലിക്കാത്ത ആൾക്കാര്, ക്രൂരതയിൽ ആഹ്ലാദിക്കുന്നവരാണ്, സാഡിസ്റ്റ് ആണ് അവര്. പകരം വീട്ടുന്നതിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഒരിക്കലും പശ്ചാത്താപം പ്രകടിപ്പിക്കാത്തവരാണ്. മറ്റുള്ളവരെ അകാരണമായി തല്ലുന്ന വിഭാഗം, മറ്റുള്ളവരെ അകാരണമായി തല്ലുന്നകള്. അതായത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, വഴക്കാളികളായ കുട്ടികള്, അത് ബുള്ളിങ് ചൈൽഡ് എന്ന് പറയും. വഴക്കാളികളായ കുട്ടികളെ, ബുള്ളിങ് ചൈൽഡിന്
ബീച്ച്, ഹോളി, വൈൻ മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും. അതായത് നമുക്ക് വീട്ടില് മറ്റും സ്കൂളിൽ നിന്നൊക്കെ ഒത്തിരി പ്രോബ്ലം ചൈൽഡിനെയും കൊണ്ട് നമ്മുടെ അടുക്കൽ ആൾക്കാർ വരാറുണ്ട്. അമ്മൂമ്മമാരാണ് അധികവും വന്ന് കരയാറുള്ളത്. ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് കിട്ടുന്ന ഇതാണ് ബീച്ച്, ഹോളി, വൈൻ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പഴക്കാളികളായ കുട്ടികൾ ശാന്തരായിട്ട് വീണ്ടും അവർ നന്നായിട്ട് രക്ഷപ്പെട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ ഹെമറേജിന് ഉപയോഗിക്കുന്ന പല കേസുകളും ഹെമറേജിന് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ്. അടുത്ത ഹണിസക്കിൾ. ഹണിസക്കിൾ എന്ന് പറയുമ്പോൾ ഗൃഹവിരഹം, അതായത് ഹോം സിക്നെസ്, ആരെയും ശ്രദ്ധിക്കാത്ത പെരുമാറ്റം. ഹോം സിക്നെസ് കൊണ്ട് ആരും ശ്രദ്ധിക്കാത്ത പെരുമാറ്റം, ഇഷ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് അഥവാ വീട്ടിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഓർമ്മിച്ച് ദുഃഖിതരാകുന്ന ആൾക്കാർ, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു, തൻ്റെ ചുറ്റുപാടുകളെ കുറിച്ച് യാതൊരു ശ്രദ്ധയും ഇല്ലാത്തവർ, പകൽക്കിനാവ് കാണുന്നവര്, ഹെറിഡിറ്ററി കംപ്ലൈന്റ് ഉള്ള ആളുകള്, ചിന്തകള്, ഇമേജ് എന്നിവ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആൾക്കാര്, ഗൃഹാതുരത്വം, നൊസ്റ്റാൾജിയ പ്രധാനമായിട്ട് ലക്ഷണം കാണിക്കുന്ന ആൾക്കാര്, പൂർവ്വസ്മരണകൾ അയവിറക്കുന്നവര്, ദുഃഖത്തിൽ നിന്ന് ഒരിക്കലും മോചനം കിട്ടുമെന്ന് വിചാരിക്കാത്ത ആൾക്കാര്, പഴയ കാര്യങ്ങളെ കുറിച്ച് വാചാലനാകുന്ന ആൾക്കാര്, ഇങ്ങനെയുള്ള ആളുകളെയാണ് ഹണി സൈക്കിളിന്റെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹവിരഹം അല്ലെങ്കിൽ ഹോം സിക്നെസിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഹോം സിക്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നല്ല മെഡിസിനാണ് ഹണി സക്കിൾ. വീണ്ടും ഉള്ളത് ഹോറൻബീം എന്ന് പറയുന്ന ഔഷധമാണ്. ഹോറൻബീം എന്ന് പറയുന്ന ഔഷധം മെറ്റാബോളിസത്തിലെ തകരാറ് നിമിത്തം ക്ഷീണം അനുഭവപ്പെടുന്ന ആൾക്കാർക്ക്, മെറ്റാബോളിസത്തിന് തകരാറ് നിമിത്തം ക്ഷീണം അനുഭവപ്പെടുന്നവർക്ക് ഹോറൻബീം നല്ല ഔഷധമാണ്. മനസ്സിന് ക്ഷീണമാണ്, ശാരീരിക ക്ഷീണത്തെക്കാളും ഹോറൻബീങ്ങിന്റെ പരിധിയിൽ വരും. മനസ്സിന്റെ ക്ഷീണത്തിനാണ് ശാരീരിക ക്ഷീണത്തിനേക്കാളും ഹോറൻബീങ്ങിന്റെ പരിധിയിൽ വരുന്നത്. ക്ഷീണം, തളർച്ച, ശരീരത്തിനുള്ളിൽ പന്തിരിക്കുന്ന പോലെയുള്ള തോന്നൽ, ഞാൻ മുമ്പ് വേറൊരു ഔഷധത്തിന് പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ ഒച്ചയടപ്പ്, ശബ്ദം ധാരാളമായി ഉപയോഗിക്കുന്നുണ്ടാവുന്ന ത്രോട്ട് കംപ്ലൈന്റ്. ഇത് സാധാരണ ഒത്തിരി ടീച്ചർമാരാണ് നമ്മുടെ അടുക്ക വരുന്നത്. ഒത്തിരി ഒച്ചയെടുത്തു എന്ന് പറഞ്ഞിട്ട് വരുന്ന ടീച്ചർമാർക്ക് നമുക്കിത് നല്ലോണം കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നതാണ്. നല്ല ഔഷധമാണ് ഇത്, നമ്മളത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ മഞ്ഞപ്പിത്തം, അതായത് ജോണ്ടിസിന് ഇത് നല്ലൊരു ലിവർ ടോണിക് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഔഷധമാണ്. അപ്പൊ ജോണ്ടിസ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ജോണ്ടിസ് ഒക്കെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ലിവർ ടോണിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് ഹോർൺബീം. ഇത് സാധാരണ ഒരു ടോണിക്ക് വേണമെന്നും പറഞ്ഞ ഒരാൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെയുണ്ട്, ചില ടോണിക്ക് ഇല്ലാതെ ചില ആൾക്കാർക്കൊന്നും ചെയ്യാൻ കഴിയാത്തവർ, അങ്ങനെയുള്ള ആളുകൾ ടോണിക്ക് ചോദിച്ചു വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് ഹോർൺബീം. വെരിക്കോസ് വെയിൻസിന് ഇത് നല്ലൊരു ഔഷധമാണ്. വെരിക്കോസ് വെയിൻസ് വരുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പഠിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പഠിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഹോർൺബീം ഉപയോഗിക്കാം. പിന്നെ കണ്ണുകൾ ഉപയോഗിച്ചതിന് ശേഷം തലവേദന പറയുന്ന ഐ സ്ട്രെയിൻസ്, കോസ്റ്റ് ഹെഡേക്ക് നല്ല ഒരു ഔഷധമാണ് ഹോർൺബീം. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട, ശരീരത്തിനേക്കാൾ കൂടുതൽ മനസ്സിന് ക്ഷീണം അനുഭവപ്പെട്ട ആളുകൾക്ക് തോട്ട് കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് വരുമ്പോൾ, ലിവർ, ഡൈജഷൻ, വോക്കൽ കോഴ്സിന് ഉള്ള കംപ്ലൈൻസ് ഒക്കെ ആയിട്ട് വരുമ്പം ഹോർൺബീങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാവുന്നതാണ്. അടുത്തത് ഇംപേഷ്യൻ്റ് ആണ്. ഇംപേഷ്യൻ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ശക്തമായി ദേഷ്യം വരുന്ന ആൾക്കാരാണ് ഇംപേഷ്യൻ്റ് വിഭാഗത്തിൽ വരുന്നത്. ധാരാളം ആഹാരം കഴിക്കുന്നു, തീറ്റ കൊതിയന്മാരെന്ന് എപ്പോഴും കൂടുതൽ അവർ ആഹാരം കഴിക്കുന്ന ആൾക്കാരാണ്. വീണ്ടും വിചാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അറിയാം, അത് അട്ടർ ഫെയിലിയർ ആണെങ്കിലും അവരത് വീണ്ടും തന്നെ അത് തന്നെ ആവണം. അപ്പൊ വീണ്ടും വിചാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഇംപേഷ്യന്റ് വിഭാഗത്തിൽപ്പെടുത്താം. പെട്ടെന്ന് ആഗ്രഹങ്ങളും പ്രവർത്തനം, പെട്ടെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു, പെട്ടെന്ന് അങ്ങ് തോന്നുന്നു, പെട്ടെന്ന് അത് ചെയ്യുന്നു, പെട്ടെന്ന് ആഗ്രഹിക്കുന്നു, ചെയ്യുന്നു, അങ്ങനെയുള്ള വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണ് ഇംപേഷ്യന്റ്.
ഒരു ക്ഷമ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഇല്ല. ക്ഷമിച്ച് അതൊന്ന് അന്വേഷിക്കുക, അങ്ങനെയൊന്നും അവർ ചെയ്യത്തില്ല. ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാണ്, കാര്യങ്ങളിൽ പെട്ടെന്ന് ഇടപെടുന്നവരാണ്. ഏത് കാര്യത്തിൽ അവർ പെട്ടെന്ന് ചാടി ഇടപെടും. തുടർച്ചയായ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരിൽ അധികമായ ഭാരം അടിച്ച്, നമുക്ക് അത് ആവശ്യമുണ്ട്, ഇത് ആവശ്യമുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്ന് പറയും. മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും മറ്റുള്ളവർക്ക് ഒരു ഭാരം ആകുന്ന രീതിയിൽ ഭാരം അടിച്ചേൽപ്പിക്കുന്ന വിഭാഗമാണ് ഇംപേഷ്യൻസ് വിഭാഗം. നിയന്ത്രണ വിധേയമല്ല ഇംപേഷ്യൻസിന്റെ ഒരിക്കലും നിയന്ത്രണ വിധേയമായ രോഗികളല്ല അവർ. നെട്ടുന്ന വിഭാഗം ഒരു ഇത് വരുന്നത്. ലോകത്ത് തൊടുന്നത് പോലെ അവർക്ക് ഇഷ്ടമല്ല. ശബ്ദം, വെളിച്ചം ഇവയൊന്നും അവർക്ക് ഇഷ്ടമല്ല. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഏകാന്തതയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പഠിക്കുന്നത് പതുക്കെ ആയാൽ അത് ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. നമുക്കറിയാം, ചില കുട്ടികളൊക്കെ പഠിക്കാൻ ശകലം പിന്നോക്കാവസ്ഥയാണെങ്കിൽ അത് പെട്ടെന്ന് അതിനിട്ട് തല്ലി കൂട്ടുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ഇംപേഷ്യന്റിന്റെ പരിധി കൊണ്ടുവരണം. കാരണം അത് രക്ഷകർത്താക്കളുടെ കാര്യത്തിൽ നമ്മൾ വരുമ്പോഴും നമ്മളതൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പല തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പരിധി വരെ നമുക്ക് ഫിസിക്കലി അവർ വരുന്ന രോഗങ്ങൾക്ക് ചികിത്സ വളരെ എളുപ്പമാണ് എന്ന് ഞാൻ പറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെന്റലി ആൻഡ് ഫിസിക്കൽ ടെൻഷൻ ആണ് ഇവരുടെ. മെന്റൽ ആനെ കൂടുതൽ ടെൻഷനാണ് കൂടുതൽ വരുന്നത്. ഞാൻ പറഞ്ഞു, ഫിസിക്കൽ ടെൻഷനെ അപേക്ഷിച്ച് മെന്റൽ ടെൻഷനാണ് ഇവർ കൂടുതൽ കാണിക്കുന്നത്. പെട്ടെന്ന് ശോഭിക്കുന്ന വിഭാഗമാണ്. അടുത്തത് ലാർച്ച്. ലാർച്ച് എന്ന് പറഞ്ഞാല് വിൽ പവർ ഇല്ലാത്തതിനാൽ ഒന്നും ഏറ്റെടുക്കാൻ കഴിയാത്ത ആൾക്കാരാണ്. അവർക്ക് വിൽ പവർ ഇല്ല. അതുകൊണ്ട് അവര് ഹലോ കേൾക്കുന്നുണ്ടോ? എന്താ പറഞ്ഞു? അടുത്ത ക്ലാസ്സിൽ ഈ ലാർച്ച് കൊണ്ട് നിർത്തിയേക്കും. ഓക്കെ. വിൽ പവർ ഇല്ലാത്തതിനാൽ ഒന്നും ഏറ്റെടുക്കാൻ തയ്യാറാകാത്തവരാണ്. പരീക്ഷാ പേടി, സ്റ്റേജ് ഫ്രൈറ്റ്, ലഹരിയിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും വിൽ പവർ ഇല്ലാത്തതിനാൽ അത് കഴിയാത്ത ആൾക്കാര്, അതിന് സാധിക്കാത്ത ആൾക്കാര്, പ്രതിഷേധമില്ലാതെ എല്ലാം സഹിക്കുന്ന പ്രകൃതമുള്ള ആൾക്കാര്, എല്ലാ കാര്യങ്ങളും വേവലാതി, എംബറാസ്മെന്റ് ഉള്ള ആൾക്കാര്, മാനസികമായ ശക്തിക്കുറവുള്ളവര്, സ്വയവിശ്വാസം നഷ്ടപ്പെട്ടവര്, ഈ മുമ്പേ പറഞ്ഞ പോലെ പരീക്ഷാ പേടി അങ്ങനെയുള്ളതൊക്കെ വരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു. ആസ്പിൻ, ലാർച്ച്, മിമുലസ് എന്ന് പറയുന്ന ഔഷധങ്ങൾ മിക്സ് ചെയ്താണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ രണ്ടാമത്തെ ആസ്പിൻ ഞാൻ നേരത്തെ പറഞ്ഞാണ് പേടിയുടെ കാര്യത്തിൽ. രണ്ടാമത് ഞാൻ ലാർച്ച് ഇപ്പൊ പറഞ്ഞു. ഇനി മിമുലസ് ഇനി അടുത്ത ഏതെങ്കിലും ക്ലാസ്സിൽ ഞാൻ പറയാം. അസ്ഥി സംബന്ധമായ വേദനകള്, പഴയ ചുമകള്, ഇതെല്ലാം ലാർച്ചിന്റെ പരിധിയിൽ വരുന്നതാണ്. പിന്നെ ഇന്റർവ്യൂവിന് പോകാൻ ഭയമുള്ള ആളുകള്, കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ആൾക്കാർ. നമുക്കറിയാം, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിലും അതിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ലായ്ക്കോപോഡിയം പോലെ അതിന് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. പക്ഷെ അത് രക്ഷപ്പെടാത്ത ആൾക്കാരാണ് ഇതിന് വരുന്നത്. ഇങ്ങനെയുള്ള ലൈക്കോപോഡിയത്തിന്റെ ഒരു ഇതാണ് ലാർച്ചിലേക്ക് നമുക്ക് വരുന്നത്. ഇതിന് കുറച്ച് മെഡിസിൻസ് കൂടെ ഉണ്ട്. അത് നമുക്ക് മിമുലസ് മുതലുള്ള അടുത്ത മെഡിസിൻസ് വേറെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ സൗകര്യം പോലെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതൊരു തിയറി തന്നെ ആയതുകൊണ്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒത്തിരി ചോദിച്ചാൽ എനിക്ക് പറഞ്ഞുതരാൻ കഴിയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. എങ്കിലും ഞാൻ ഇത് കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ എല്ലാവർക്കും ഇത് പഠിക്കുക, ഇതിന്റെ നല്ല അവസരങ്ങളിലേക്ക് നിങ്ങൾ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ്. കാരണം ഇത് നല്ല ഒരു സപ്ലിമെന്ററി ഔഷധം തന്നെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പഠിച്ചു വന്നപ്പോ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് നേരത്തെ പഠിക്കേണ്ടതായിരുന്നു. ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഇപ്പൊ എന്നെ ഇത്രയും കേട്ടത് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതേതായാലും നമ്മുടെ ഒരു സപ്ലിമെന്ററി മെഡിസിൻ തന്നെയായിട്ട് നമുക്ക് ബാച്ച് ഫ്ലവർ മെഡിസിനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ സാറേ, എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു.
ആ മെഡിസിനെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായി സാർ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തന്നു. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ, 6 മിനിറ്റ് ഉണ്ട്. സാറിനോട് എന്തെങ്കിലും ഈ പറഞ്ഞ മെഡിസിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അനുഭവങ്ങളോ കേസുകളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. 1-2 പേര് സംശയങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട്. സലീം കുമാർ ഡോക്ടറെ ചോദിച്ചു, പറഞ്ഞോളൂ. സാറിന്റെ ഈ സീക്രട്ട് ഏതാണ് സാറേ? സാർ ഏത് ബുക്കിനെ ഫോളോ ചെയ്യുന്നത്? ബാഷിന്റെ തന്നെയാണോ അതല്ലെങ്കിൽ വേറെ ഓറ അങ്ങനെ വേറെ എന്തെങ്കിലും ആണോ സാറേ? സാർ ഏത് ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്നത്? ഈ ഇത് ബാഷ് തന്നെയാണോ? ബാഷിന്റെ തന്നെ ബുക്ക് ടെക്സ്റ്റ് ആണോ? അല്ലെങ്കിൽ ഒത്തിരി ബുക്കുകളുണ്ട് സാറേ. അല്ല അങ്ങനെയല്ല സാർ ഇപ്പൊ ഇത് ഇപ്പൊ പറഞ്ഞേക്ക് അത് ബാഷിന്റെ അദ്ദേഹത്തിന്റെ മെച്ചപിടിക്കാൻ തന്നെയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണെന്ന് ചോദിച്ചു. ഇപ്പൊ സാർ പറഞ്ഞതിൽ ബേസ് ചെയ്ത് ഇതിന് ബേസ് ചെയ്തിരിക്കുന്നത് ബാച്ചിന്റെ മെഡിക്കൽ തന്നെ. ബാച്ചിന്റെ മെഡിക്കല് ഞാൻ പറഞ്ഞല്ലോ, ബിഗിനേഴ്സ് കൃഷ്ണമൂർത്തി അതാ ചോദിച്ചത്. കൃഷ്ണമൂർത്തി ഞാനത് കാരണം കൃഷ്ണമൂർത്തിയുടെ ബുക്കാണ് വായിക്കാൻ എന്നോട് പിന്നെ സാറ് സുഗതൻ സാറ് പറഞ്ഞത്. ഞാൻ എല്ലാ ബുക്കുകളൊന്നും വാങ്ങിയിട്ടില്ല, കാരണം ഞാൻ ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് എടുത്ത് കയറി വരുന്നേ ഒരിക്കലും ഇത്. പക്ഷെ എനിക്കത് വായിച്ചു വന്നപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സപ്ലിമെന്ററി മെഡിസിൻ ആണെന്ന് തോന്നി. അതുകൊണ്ട് ഞാനിപ്പോ അത് എന്റെ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എക്സ്പീരിയൻസ് വളരെ കുറവ് തന്നെയുണ്ട്. ഈ ക്ലാസ് വന്നതിന് ശേഷമാണ് ഈ ബാച്ച് ഫ്ലവർ മെഡിസിനെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ. സാറിന് ഞാനൊരു ഗുരുസ്ഥാനത്ത് കാണുന്നുണ്ടെങ്കിലും സാറിന് സാറ് പ്രൊനൗൺസിയേഷൻ ചിലത് തെറ്റാണ് സാറ്. സാറ് ഗോൾസ് എന്നാണ്, സാറ് ഗ്രോസ് എന്ന് പറഞ്ഞു. ക്രാബ് ആപ്പിൾ ആണ്, സാറ് കാർബ് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചില തെറ്റുകൾ സാറ് പ്രൊനൗൺസിയേഷനിൽ വരുത്താറുണ്ട്, ശ്രദ്ധിച്ചേക്കണേ. ക്രാബ് ആപ്പിൾ ആണ്, കാർബ് അല്ല. അതൊരു ഗ്രോസ് അല്ല, ഗോൾസ് ആണ്. GORC. അങ്ങനെ വരാതിരിക്കും. കാരണം ഞാനിത് തുടങ്ങുന്നത് ആരാണെന്നല്ല എനിക്ക്. അതിലൊന്ന് പറയാനുള്ളത്, എന്തായാലും ഈ ബാച്ച് ഫ്ലവർ റെമഡീസ് ഉപയോഗിച്ചവരെല്ലാം പിന്നെ അതിൽ നിന്ന് ആരും പുറകോട്ട് പോണില്ല അല്ലേ? എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന്. അല്ല, അത് നമ്മുടെ ഹോമിയോപ്പതി മെറ്റീരിയൽ മെഡിക്കൽ അത്ര അങ്ങോട്ട് ബുദ്ധിമുട്ടില്ലേ, ഇതാണ്. അതുകൊണ്ട് കുറച്ചുകൂടി പ്രയോഗിക്കാൻ എളുപ്പമുണ്ട് അല്ലേ? പ്രയോഗിക്കാൻ എളുപ്പം. ബാഷ് തന്നെ ഹോമിയോപ്പത്തായിരുന്നു. അത് അവിടുന്ന് നോസോടൊക്കെ പിന്നെ പുറകെ പോയി പിന്നെ അവസാനം ഇതിലൊന്നും അവസാനിക്കാനുള്ള ഇത് അദ്ദേഹം തന്നെ. അല്ല, കുറച്ച് മെന്റൽ സിംറ്റംസ് ഒക്കെ ഏകദേശം ഒത്തു വന്നാ കൊടുക്കാം, പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലേ? 38 ഉള്ളൂ, വേറെ ഒന്നും നോക്കണ്ട. ഈ 38 എല്ലാം കൊള്ളിക്കാം. അതാണ്. ഓക്കെ. ഇനി ഡോക്ടർ സുജേത ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഡോക്ടർ സുജേത അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ഡോക്ടറെ? ഡോക്ടർ സുജേത ഡോക്ടറെ, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയുണ്ട്. ഭയങ്കര വയലന്റ് ആവുക, വയലൻസ് ആണ് കൂടുതൽ. ഒന്നും പറഞ്ഞാൽ അനുസരിക്കത്തില്ല. ഹൈപ്പർ ആക്റ്റീവിന് നമുക്ക് ഈ ഫ്ലവർ റെമഡി അതിലേതായിരിക്കാം? എല്ലാം വലിച്ചെറിയ, ദേഷ്യം, ഒരു കാര്യം ചെയ്തോണ്ടിരുന്ന അത് തന്നെ ചെയ്തോണ്ടിരിക്കും. അത് ഹൈപ്പർ ആക്റ്റീവ് ആണോ ദേഷ്യമാണോ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ ഡയഗ്നോസ് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. ദേഷ്യമുണ്ട്, ഹൈപ്പർ ആക്റ്റീവ് ആണ്, പക്ഷെ ദേഷ്യമുണ്ട്. ദേഷ്യമാണ്, കൂടുതൽ ദേഷ്യമാണ്. ആരോടും പിന്നെ സംസാരിക്കാൻ പാടില്ല. അമ്മയാണ് ഉപദ്രവിക്കുക. അമ്മയോട് ഭയങ്കര ഉപദ്രവമാണല്ലേ സാർ? ഞാൻ നാളെ നോക്കിയിട്ട് നാളെ ഞാൻ എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. ശരി, ഓക്കെ. എന്നെ വിളിച്ച നമ്പർ അറിയാം, എന്റെ നമ്പർ അറിയാലോ. നമ്പർ 9496264113. ഒരു 11 മണിയാകുമ്പോ എന്നെ വിളിച്ചോളൂ രാവിലെ. 264113. ശരി, താങ്ക് യു ഡോക്ടർ.
ഓക്കെ. താങ്ക് യു വെരി മച്ച്. ലതാ മനോഹരൻ ഡോക്ടർ പോയി. ഡോക്ടർ ശോഭന, നമ്മുടെ നമ്പൂതിരി സാറിന് നന്ദി പറയാൻ പറഞ്ഞൂടെ? മ്യൂട്ടാക്കി തരാം. ഇനി ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. നമ്മുടെ നല്ലൊരു ക്ലാസ് എടുത്ത നമ്പൂരി സാറിന് നന്ദി പറയുന്നതിന് എന്താണ് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ശോഭനയെ ക്ഷണിക്കും. ശരി ഡോക്ടറെ, ഡോക്ടറെ ക്ലാസ് വളരെ ആസ്വാദത്തിലാണ് പഠിപ്പിച്ചു തന്നത്. നല്ലതായിട്ട് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു പഠിപ്പിച്ചു തന്നത്. എല്ലാവർക്കും ഏത് രീതിയിൽ ഇത് പ്രയോഗിക്കണമെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിച്ചു തന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇത്രയും നല്ല പോലെ ഞങ്ങളെ പഠിപ്പിക്കാൻ മനസ്സ് കാണിച്ച സാറിന് നന്ദി പറയുന്നു. സന്തോഷം. നന്ദി ഡോക്ടർ ശോഭന. അങ്ങനെ എന്തായാലും ഇന്ന് IFPHന്റെ 1395 ദിവസത്തെ മലയാളം സെഷൻ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നല്ല ക്ലാസ് എടുത്ത ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ ഇന്നത്തെ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ശുഭരാത്രി നേരുന്നു. ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.